ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം. പുതിയ പ്രതീക്ഷകളുമായി എത്തുന്ന 2026 ഈ വിഷുക്കാലം ധനുരാശിക്കാർക്ക് തൊഴിൽ രംഗത്തും വ്യക്തിജീവിതത്തിലും മികച്ച നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഗ്രഹനിലയിലെ അനുകൂല മാറ്റങ്ങൾ മൂലം ജീവിതത്തിൽ വലിയ പുരോഗതിയും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കും. തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ ശുഭകരമായി മാറുന്ന ഒരു വർഷമായിരിക്കും ഇത്. ഉദ്യോഗത്തിലും ബിസിനസ്സിലും വലിയ വളർച്ച കൈവരിക്കാൻ ഈ കാലയളവിൽ സാധിക്കും. തൊഴിൽ രഹിതർക്ക് മികച്ച പുതിയ അവസരങ്ങൾ തേടിയെത്തും. വിദേശത്തോ അന്യദേശത്തോ താമസിക്കുന്നവർക്ക് സ്വന്തം നാട്ടിലെത്താനും മാതാപിതാക്കളോടൊപ്പം ദീർഘകാലം ചെലവഴിക്കാനും സാധിക്കും. ഇത് വലിയ മാനസിക സന്തോഷം നൽകും. പിണങ്ങി നിന്നിരുന്ന ബന്ധുക്കളുമായി രമ്യതയിലാകാൻ സാധിക്കും. സൽസ്വഭാവികളായ പുതിയ സുഹൃത്തുക്കൾ വഴി ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ സഹകരണം ലഭിക്കുന്നതിനാൽ ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാം. ഇതിലൂടെ വലിയ അംഗീകാരങ്ങളും പ്രശംസകളും ലഭിക്കും. പുണ്യതീർത്ഥാടനങ്ങൾ നടത്താനും സൽക്കർമ്മങ്ങൾക്കായി സമയവും ധനവും ചെലവഴിക്കാനും ഈ കാലയളവിൽ അവസരമൊരുങ്ങും. ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, 4-ാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം, അതായത് അർദ്ധാഷ്ടമ ശനി നിലനിൽക്കുന്നതിനാൽ ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ അനിവാര്യമാണ്. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തിശുചിത്വത്തിലും ആരോഗ്യത്തിലും അതീവ ജാഗ്രത പുലർത്തണം. രോഗങ്ങൾ മൂർച്ഛിക്കാതിരിക്കാൻ ലഹരി പോലുള്ള ദുശ്ശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരും. പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. നിസ്സാര കാര്യങ്ങൾ വലിയ കുടുംബകലഹങ്ങളായി മാറാതിരിക്കാൻ സംയമനം പാലിക്കണം. ആത്മവിശ്വാസക്കുറവ് മൂലം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്നു വരില്ല. ഇത് മറികടക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമായതിനാൽ കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം. പ്രത്യേക നിർദ്ദേശമെന്ന് പറയുന്നത്, ഭൂമി സംബന്ധമായ തർക്കങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് കാര്യങ്ങൾ എളുപ്പത്തിൽ പരിഹരിക്കാൻ സഹായിക്കും. ചില വിഷമഘട്ടങ്ങൾ വന്നേക്കാമെങ്കിലും ക്ഷമയോടെ നേരിട്ടാൽ അവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. ഇനി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാം. ആരോഗ്യപരമായ വെല്ലുവിളികളും ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാതക നിരൂപണം നടത്തി കൃത്യമായ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉചിതമായിരിക്കും. പരീക്ഷകളിലെയും തൊഴിലിലെയും തടസ്സങ്ങൾ ഒഴിവാക്കാനും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനും ആവശ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുക. ആരോഗ്യ ചിട്ടകളും ഈശ്വരഭജനവും ശീലമാക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അനായാസം മറികടക്കാൻ സാധിക്കും. ലഭിക്കുന്ന മികച്ച അവസരങ്ങളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയാൽ ഈ വിഷുക്കാലം ജീവിതത്തിൽ അവിസ്മരണീയമായ വിജയങ്ങൾ സമ്മാനിക്കും.